കാസർകോട്ടെ വീരമലക്കുന്ന് ഇടിഞ്ഞു വീണത് കഴിഞ്ഞ ദിവസമാണ്. നേരത്തെയും അവിടെ മണ്ണിടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു. അപകടകരമായ സ്ഥിതിയാണ് നാട്ടുകാർ പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നിർമ്മാതാക്കള മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ നേരത്തെയും നിരവധി ഗൗരവമുള്ള പരാതികൾ ഉണ്ടായിരുന്നു. ദേശീയപാത അതോറിറ്റി ഉൾപ്പെടെ വേണ്ട നിലയിൽ ഇടപെടുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനാണ് വീണ്ടും മണ്ണിടിഞ്ഞു വീണത്. പക്ഷേ ഇപ്പോൾ ജില്ലാ കളക്ടർ പറയുന്നത് കർശനമായ നടപടി വേണമെന്നാണ്. നടപടി നിർദ്ദേശിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു. ദേശീയപാത അതോറിറ്റിയോട് ഉടൻ റിപ്പോർട്ട് തേടാനും തീരുമാനമുണ്ട്. വിഷയം ചർച്ച ചെയ്യാൻ ഉന്നതതല യോഗവും ചേരും എന്നാണ് ഏറ്റവും പുതിയ വിവരം. സാരംഗ് സുരേഷാണ് ചേരുന്നത്. സാരംഗ്, നേരത്തെയും നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചതാണ് അപകടകരമായ ഒരു മല ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് വലിയ ദുരന്തത്തിലേക്കൊന്നും കലാശിക്കാതിരുന്നത്. നിരന്തരമായ പരാതിക്കൊടുവിൽ നടപടിക്കുള്ള ശുപാർശ ഉൾപ്പെടെ കളക്ടറുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്? നേരത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നായിരുന്നു ഇത്തരത്തിൽ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ നിരവധിയായ പരാതികൾ ഉയർന്നിരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കളക്ടർക്ക് പോലും നേരിട്ട് ഇത്തരത്തിൽ വലിയ പരാതി മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പറയേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. മുൻപും പലതവണ അപകടങ്ങളുണ്ടായ സമയത്ത് കണ്ണടച്ചു പോകുന്ന ഒരു കാഴ്ചപ്പാടായിരുന്നു NHAIയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. പക്ഷേ ഇത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവിടെ വലിയൊരു ശിരൂരിന് സമാനമായ ഒരു മഹാദുരന്തമായി മാറാതിരുന്നത് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നിസ്സാരമായ പരിക്കുകളോടുകൂടിയാണ് ആളുകൾ അവിടെ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇനി അതുപോലെ തന്നെ വീരമലക്കുന്നിലും വേവിഞ്ചയിലും മട്ടലായിലും അടക്കം ഇനിയും സമാനമായ രീതിയിൽ ജില്ലാ ഭരണകൂടം നടത്തിയ ഡ്രോൺ സർവേയിലടക്കം ഹോട്ട്സ്പോട്ടുകളായി തരംതിരിച്ച അപകട സാധ്യതയുള്ള മേഖലകളുണ്ട്. അവിടെയൊക്കെ തന്നെ ആളുകളോട് പോലും അവിടെ നിന്ന് മാറി താമസിക്കാൻ ഉതകുന്ന തരത്തിലേക്കുള്ള തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉന്നതതല യോഗം ചേരാൻ പോകുന്നത്. പൊതുമരാമത്ത് മന്ത്രിയായ മുഹമ്മദ് റിയാസും ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രനും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ജില്ലാ ഭരണകൂടവും കേരള സർക്കാരും NHAIക്കും മേഘ കൺസ്ട്രക്ഷൻ ഗൗരവത്തിൽ ഇടപെടൽ ഉണ്ടാകുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് കളക്ടറുടെ പ്രാഥമികമായ റിപ്പോർട്ട്. ഉന്നതതല യോഗവും ചേരാൻ പോകുന്നുണ്ട്. പ്രദേശവാസികൾ നിരന്തരമായി ഇത്തരമൊരു അപകട സാധ്യത ഇവിടെയുണ്ട്, അശാസ്ത്രീയമാണ്, ഒറ്റ നോട്ടത്തിൽ ആർക്കും നോക്കിയാൽ അതിന് ശാസ്ത്രജ്ഞരൊന്നും ആകണ്ട, ഈ മേഖല വിദഗ്ധരൊന്നും ആകണ്ടല്ലോ. ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന അവിടെയുള്ള ആർക്കും മനസ്സിലാകും എവിടെയൊക്കെ മണ്ണിടിഞ്ഞു വീഴുമെന്ന്. അശാസ്ത്രീയമായ നിർമ്മാണം തുടരുമ്പോഴും പല പരാതികൾ ഉണ്ടായിട്ടും ഔദ്യോഗികമായി പരാതി കൊടുത്തിട്ടും നടപടിയോ ഇടപെടലോ ഉണ്ടാകാതെ പോയി. കഴിഞ്ഞ ദിവസമാണ് വീണ്ടും വീരമലക്കുന്ന് ഇടിഞ്ഞു വീണത്. ആ പ്രദേശവാസികളുടെ പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. അവസ്ഥയൊന്നും പറയാനില്ല. കാരണം വെച്ചാൽ ഇനിയും ഇതിനെക്കാട്ടും ഭീകരമായിട്ടുള്ള ഒരു പൊട്ടൽ ഇനി വരാനുണ്ട്. ഈ നാട് മൊത്തം തകരാനുള്ള ഒരു അവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. കാരണം വെച്ചാൽ മാറി താമസിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മാറി താമസിക്കാൻ പറഞ്ഞതിനെ കൊണ്ട് കാര്യമില്ലല്ലോ. നമുക്ക് നാളെയും ഇവിടെ തന്നെ താമസിക്കേണ്ടതല്ലേ. അതുകൊണ്ട് തന്നെ ഇത് ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ട് മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒന്നിക്കൽ അലൈൻമെൻറ്റ് മാറ്റുക, അല്ലെങ്കിൽ പാർശ്വഭിത്തി. ഇപ്പം തന്നെ പാർശ്വഭിത്തി പകുതിയിലധികം തള്ളി മറിഞ്ഞു വീണ അവസ്ഥയിലാണ് ഉള്ളത്. അതുകൊണ്ട് നല്ല രീതിയിൽ പാർശ്വഭിത്തി പണിയുക, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് മാറ്റിയിട്ട് ജനങ്ങളെ അതുപോലെ തന്നെ യാത്രക്കാരെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് പറയും. ഇന്നലെ വില്ലേജിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായിനി. അപ്പോൾ അവർ പിന്നെ ഏത് സമയത്ത് ഇടിഞ്ഞിട്ട് വീഴാന്നില്ലേ ഇല്ലാന്നില്ലത്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കണം. അപ്പോൾ മാറി താമസിച്ചോടൊന്നും കാര്യമില്ല. പിന്നെ അവർ പറഞ്ഞോണ്ട് നമ്മൾ രാത്രി നമ്മ ഇവിടെ ഇല്ല, പകലേ ഇല്ലൂടെ താമസിക്കുന്നു. നമ്മ ഭയങ്കര പേടിയിലാന്നുള്ളത്. ഇപ്പം അവർ പറഞ്ഞു വന്നോണ്ട് നിൽക്കുന്നുണ്ട്. മഴ ഏത് സമയത്ത് ഇടിഞ്ഞു പോകാന്നില്ലേ നമ്മ കേട്ടി. നമ്മൾ ഒരു 10 മണി 9-10 മണിയാകുമ്പോഴാണ് ഇവിടെ ഇടിയാൻ തുടങ്ങിയത്. സാരംഗ് സുരേഷ് തുടരുന്നുണ്ട്. സാരംഗ്, പ്രദേശവാസികളുടെ വാക്കുകൾ തന്നെയുണ്ട്. ഇനി വലിയൊരു മലയിടിച്ചിൽ വരാനിരിക്കുകയാണ്. നേരത്തെ അവരുടെ വാക്കുകൾ അവഗണിച്ചവർ പക്ഷേ ഇപ്പോൾ വീണ്ടും അടിക്കടി മണ്ണിടിഞ്ഞ് വീഴുന്ന സാഹചര്യത്തിൽ ഇടപെടുന്നുണ്ട്. വീണ്ടും ഇടിഞ്ഞു വീഴാൻ പോകുന്നു. അവിടെ നിന്ന് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളോട് നിങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കുമെന്ന് പറഞ്ഞാൽ എവിടേക്ക് പോകും? അങ്ങനെ പ്രായോഗികമാണോ? അത്ര പെട്ടെന്ന് വീട് പിടിച്ച് പോകാൻ കഴിയാത്ത അവസ്ഥയുമുണ്ട്. അപ്പോൾ ഈ കൺസ്ട്രക്ഷനിലെ പ്രശ്നം പരിഹരിക്കുക എന്താണ് ശാശ്വതമായ പരിഹാരം? അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഉയരുന്നുണ്ടോ? രതീഷ്, ആദ്യഘട്ടത്തിൽ തന്നെ അപകട സാധ്യതയുള്ള ഒരു പ്രദേശമാണ് വീരമലക്കുന്ന് എന്നുള്ള വിവരം മാതൃഭൂമി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിന് തൊട്ടു പിന്നാലെ ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ താൽക്കാലികമായി പാർശ്വഭിത്തി ഉണ്ടാക്കി ആളുകളുടെയും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെയും ഒക്കെ തന്നെ തള്ളിപ്പൊടിയിടാനുള്ള ഒരു നീക്കം ഈ മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടാക്കിയത്. അന്ന് തന്നെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിദഗ്ധരെ പറഞ്ഞതാണ് താൽക്കാലികമായ ഒരു കോൺക്രീറ്റ് ഭിത്തി കൊണ്ട് ഇത്ര വലിയൊരു മലയെ ഒരിക്കലും താങ്ങി നിർത്താൻ കഴിയില്ല എന്നത്. പൂർണ്ണമായും അതിന്റെ ഓരോ ഭാഗങ്ങളും മഴ പെയ്യുന്ന സമയത്ത് ചെറിയ ഭാഗങ്ങളായി ഇടിഞ്ഞിടിഞ്ഞു വരുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ആളുകളുടെ പോലും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട്
മണ്ണ് മാന്തി യന്ത്രം കൊണ്ട് ആ ഇടിഞ്ഞു വീഴുന്ന മണ്ണ് പൂർണ്ണമായും പുലർച്ചെയാകുമ്പോഴേക്ക് നീക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ഏതായാലും ഇപ്പോൾ ആളുകളുടെ ജീവൻ പോലും പണയം വെച്ച് ആണ് ഈ കമ്പനി കളിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഉൾക്കൊണ്ടിട്ടുണ്ട്. ശരി, ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം ഉൾപ്പെടെ തേടാനുള്ള തീരുമാനം വരുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിൽ മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിക്ക് വീഴ്ച പറ്റി ഗുരുതരമായ പിഴവുണ്ട് എന്നത് ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. മണ്ണിടിഞ്ഞു വീണപ്പോൾ പെട്ടുപോയ കാറിന്റെ ഉൾപ്പെടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഷിരൂരിലൊക്കെ മലയിടിച്ചിൽ ഉണ്ടായപ്പോൾ അവിടെയുണ്ടായ പ്രതിസന്ധി, ജീവൻ നഷ്ടമാകുന്ന സ്ഥിതി, അതിനു വേണ്ടിയുള്ള തിരച്ചിലൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകും. സമാനമായി നമ്മുടെ ദേശീയപാതകളിലും അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പലയിടത്തും നാട്ടുകാരുടെ പരാതികൾ അവർ ചൂണ്ടിക്കാണിച്ചതൊന്നും മുഖവിലക്കെടുക്കാതെ ആരൊക്കെയോ തീരുമാനിക്കുന്ന തരത്തിൽ ദേശീയപാതകളുടെ പണി പലയിടത്തും പുരോഗമിക്കുകയാണ്. കാസർകോട്ടെ സ്ഥിതി അത് ഗൗരവമുള്ളതാണ് എന്ന് ഒടുവിൽ തിരിച്ചറിയുന്നു. നടപടി ഉണ്ടാകും, ഇടപെടൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ നിലപാട്. സരങ് സുരേഷാണ് ആ വിവരങ്ങൾ നൽകിയത്.